പാർവതി. ഏതോ ഒരു നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്നവളാ. അധികം വിദ്യാഭ്യാസമൊന്നുമില്ല, ലോകപരിചയവും ഇല്ല. ഞാൻ ഇവിടെ വിളിക്കുന്നതേ പട്ടിക്കാട്ടുകാരിയെന്നാ. ഞങ്ങളുടെ പ്രൊഡക്ഷൻ ചീഫ് കരുണാകരൻ സാറും ഇവിടെ വിളിക്കുന്നത് അങ്ങനെയാ. ഞാൻ വർക്ക് ചെയ്യുന്ന ഗാർമെന്റ്സിലെ വേറെ ഒരു സ്വീപ്പറാ. പട്ടിക്കാട്ടുകാരിയാണെങ്കിൽ എന്താ, വിദ്യാഭ്യാസം ഇല്ലാത്തവളാണെങ്കിൽ എന്താ, ആള് സുന്ദരിയ, നല്ല ഐശ്വര്യമുള്ള മുഖം. ഈ ഐശ്വര്യമുള്ള മുഖം തന്നെയാ ഇവളുടെ തുറപ്പു ചീട്ട്. എന്റെ അറിവിൽ 2 പേര് ഇവളെ പ്രേമിക്കുന്നുണ്ട്. കൂടുതൽ പേരുണ്ടോന്ന് എനിക്ക് അറിയില്ല. ആരൊക്കെയാ 2 പേര്? സത്യം പറഞ്ഞാ പറയാൻ എനിക്ക് നല്ല ചമ്മലുണ്ട്. പക്ഷേ എന്റെ മനസ്സിലുള്ള പ്ലാൻ വർക്ക്ഔട്ട് ആവണമെങ്കിൽ നീ അത് അറിയണം. ഇവളെ കെട്ടൂന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ നിൽക്കുന്ന ഒരാള് കൈലാഷ. കൈലാഷോ? നീ വർക്ക് ചെയ്യുന്ന ഗവൺമെന്റ്സിന്റെ MD അല്ലേ, ചെയർമാന്റെ മകൻ? നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്നല്ലേ നീ പറഞ്ഞത്? അങ്ങനെയാ ഞാൻ വിശ്വസിച്ചിരുന്നത്. എനിക്ക് അവനോടുള്ള ഇഷ്ടം അവൻ എന്നോടില്ലെന്ന് ഞാൻ പിന്നീടാ മനസ്സിലാക്കിയേ. മനസ്സിലായി. ഏതോ കുഗ്രാമത്തിൽ നിന്നും ഇങ്ങോട്ട് വണ്ടി കയറിയവൾ കൈലാഷിന്റെ മനസ്സിൽ നിന്നും നിന്നെ ചവിട്ടി പുറത്താക്കി ആ സ്ഥാനത്ത് കയറിയിരുന്നു. ഇവളെ പ്രേമിക്കുന്ന രണ്ടാമനാരാ? ഗന്ധർവൻ. ഗന്ധർവനോ? അതൊരു ഇൻട്രസ്റ്റിംഗ് ലവ് സ്റ്റോറിയാ. അവളുടെ പിറകെ ഒരു ഗന്ധർവൻ നടക്കുന്നുണ്ട്. ഗന്ധർവൻ എന്നത് അയാളുടെ വ്യാജ പേരാ. ആ പേരില് അയാൾ അവൾക്ക് ലെറ്റേഴ്സ് അയക്കും, ഗിഫ്റ്റ് അയക്കും. അതിന്റെ രസം എന്താണെന്ന് വെച്ചാ അയാൾ ആരാണെന്ന് അവൾക്ക് അറിയേയില്ല. ഇതുവരെ അവൾ അയാളെ കണ്ടിട്ടില്ല. അതിലൊരു അത്ഭുതമില്ല. നാട്ടിൻപുറത്തുനിന്ന് വന്നിറങ്ങിയ പെൺകുട്ടിയല്ലേ, അതും നല്ല സുന്ദരി പെൺകുട്ടി. ഗന്ധർവനെന്നും ദേവേന്ദ്രനെന്നൊക്കെ പറഞ്ഞ് അവളെ പറ്റി കൂടാൻ ഒരുപാട് പൂവാലന്മാരുണ്ടാവും. ഇതങ്ങനെയല്ല. അവളുടെ റൂംമേറ്റിനെ ഞാൻ പാട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അവളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറയാം. പാർവതിക്ക് ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. അത് നാട്ടിൽ വെച്ചിട്ടാ അവളിവിടെ ജോലിക്ക് വന്നത്.